ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇത് ആട്ടപ്പൊടിയിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു റിവ്യൂ യൂണിറ്റ് ആണ്. ഇതൊരു കമ്പനിയിൽ നിന്ന് അയച്ചു തന്നതാണ്. ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ അനിയനെ ഇതിൻ്റെ കമ്പനിയിൽ ബ്രാൻഡ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അവൻ പറഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ 3 ഗുണങ്ങളുണ്ട് ഇതിൽ. അത് ഒന്ന്, തടി കുറയ്ക്കാൻ പറ്റും. രണ്ടാമത് എന്താ വെച്ചാൽ നമ്മളെ സന്ധിവേദനകൾ എല്ലാം ഈ പൊടി തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയും. മൂന്നാമത്തത് പ്രതിരോധ ശക്തി കൂട്ടും. അങ്ങനെ 3 ഗുണങ്ങളാണ് ഈ പ്രൊഡക്റ്റിനുള്ളത്. പിന്നെ ഇത് തടി കുറക്കുന്നത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അവസാനം പറഞ്ഞു തരാം. ഇതൊക്കെ തുറന്ന് കാണിച്ചതിന് ശേഷം അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ അൺബോക്സിങ് കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ്. 68% ഇന്ത്യയിലുള്ളവർക്കും പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് കുറേ അസുഖങ്ങളുണ്ട്. അതിൻ്റെ കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. മെയിനായിട്ട് നമ്മൾ ചോറ് അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും. അപ്പോൾ ഈ പ്രോട്ടീൻ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇതൊക്കെ പ്രോട്ടീൻ കുറഞ്ഞത് കൊണ്ടുള്ള അസുഖങ്ങളാണെന്ന്. ഒന്ന് എന്ന് പറയുന്നത് കുട്ടികളുടെ വളർച്ച മുരടിക്കും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഏത് പ്രായക്കാർക്കും. അതിന് പ്രായം വ്യത്യാസമില്ല. ഈ പൊടി എല്ലാവർക്കും ഉപയോഗിക്കാം. പ്രായപരിധിയൊന്നുമില്ല. ഇതിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത് എന്താ, ഈ പ്രോട്ടീൻ ഇല്ലാഞ്ഞാൽ മുടി, ചർമ്മം, നഖം ഇതിനൊക്കെ അസുഖങ്ങൾ ബാധിക്കും. അതെന്താന്ന് വെച്ചാൽ നഖം പെട്ടെന്ന് നമുക്ക് പൊട്ടും, മുടി കട്ടി കുറയും, മുടി കൊഴിച്ചിലുണ്ടാവും. പ്രോട്ടീൻ ഇല്ലാഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തത് പ്രതിരോധ ശക്തി ഇല്ലാഞ്ഞാൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഞ്ചാമതായിട്ട് പ്രോട്ടീൻ ഇല്ലാഞ്ഞാൽ ശരീരത്തിലൊക്കെ നീര് വരും. ആറാമത്തത് ലിവറിൽ കൊഴുപ്പ് വരും. ഏഴാമത്തത് മസില് പെട്ടെന്ന് ക്ഷീണിക്കും. നമ്മൾ ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ മസില് പെട്ടെന്ന് ക്ഷീണിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, സാധാരണ വരുന്നതാണെന്ന്. അതൊക്കെ പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് വരുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ചോറ് പറ്റിനെ നിർത്തണം എന്നല്ല, കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം ഒരു ലിമിറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിൽ പൊതുവെ 2 നേരം നമ്മൾ ചോറ് കഴിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഭക്ഷണം ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത് കൊണ്ട് അത് കുറച്ചിട്ട് പ്രോട്ടീൻ കൂട്ടണം എന്നാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അന്നജമാണ്. ഈ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമല്ലോ, ഗോതമ്പപ്പൊടിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പപ്പൊടിയിൽ നിന്ന് കിട്ടുന്ന 2 ഇരട്ടി പ്രോട്ടീനാണ് നമ്മൾ ഇതും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ കിട്ടുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ അളവിൽ, അതായത് 1 കിലോ അളവിൽ 1 ഗ്രാം വീതം പ്രോട്ടീൻ്റെ അളവ് വേണം. ശരാശരി ഒരു ദിവസം ഒരു പുരുഷന് 56 ഗ്രാം പ്രോട്ടീനും ഒരു സ്ത്രീക്ക് 46 ഗ്രാം പ്രോട്ടീനും അത്യാവശ്യമാണ്. പിന്നെ ഇതിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്പൂണിലാണ് ഞാനൊരു സുമാറ് കണക്ക് പറഞ്ഞു തരണം. 5 ടീസ്പൂണ് ആട്ടപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1 ടീസ്പൂണ് പ്രോട്ടീൻ്റെ പൗഡറും കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ അളവ്. ഇപ്പം നിങ്ങളൊരു ഗ്ലാസ്സിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൗഡർ എന്നുള്ള കണക്ക്. സാധാരണ നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിൽ 3 ഗ്രാം പ്രോട്ടീനേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ആട്ടപ്പൊടിയിൽ ഈ പ്രോട്ടീൻ മിക്സ് ചെയ്ത് വിചാരിച്ച് രുചിക്കൊന്നും വ്യത്യാസമില്ല. ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതേമാതിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയറ് നിറയും ചെയ്യും. കുറേ സമയത്തേക്ക് വിശക്കൂല. അപ്പം നമുക്ക് വെറുതെ ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ തടിയും കുറയും. പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓരോരോ ഭക്ഷണങ്ങൾ ഞാൻ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി, മടക്ക് ചപ്പാത്തി, അതേമാതിരി പൊറോട്ട, പൂരി, പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുക, പുട്ട്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വീഡിയോകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കഴിച്ചിട്ട് അതിന് ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ കമ്പനി പറയുന്ന പോലെയുള്ള രുചി ഇനി പ്രത്യേകിച്ചായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടോയെന്നൊക്കെ ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഞാനതൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇതുണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്ന്. ഈ പ്രോട്ടീൻ്റെ പൗഡർ വാങ്ങിക്കണം. അതിന് അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്ന സമയത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് അതിൻ്റെ ലിങ്കിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇതിന് പൈസ കുറവായിട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ നമുക്കിനി അതിന് ശേഷം
ചപ്പാത്തി പൊറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കാണാം.